ഇന്നലെ മനോരമക്കാര് ഒരു സർവേ നടത്തി അതിൻ്റെ ഫലം സംപ്രേഷണം ചെയ്തു. അവർ തന്നെ നാണം കെട്ടുപോയിരിക്കുകയാണ്. ഇപ്പം തട്ടിക്കൂട്ടി ഒരു സർവേ നടത്തിയത് അവർ വിചാരിച്ചു പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ തള്ളിക്കളയുമെന്ന് അവർ ചിന്തിച്ചത്. അത് വെച്ച് വലിയൊരു പദ്ധതി തയ്യാറാക്കാനാണ് അവർ തുനിഞ്ഞത്. പക്ഷേ അവർക്ക് തന്നെ മണ്ടത്തരം പറ്റി. സർവേ എന്താണ് സംഭവിച്ചത്? പിണറായി വിജയനെ അംഗീകരിച്ചു ജനങ്ങൾ. മികച്ച മുഖ്യമന്ത്രി. മനോരമക്കാർ ചിന്തിച്ചില്ല ഇങ്ങനൊരു സർവേ ഫലം ഉണ്ടാവുമെന്ന് അവർ കരുതിയില്ല. എങ്ങനെയും പിണറായി വിജയനെ താറടിക്കുവാൻ വേണ്ടി ഒരു സർവേ നടത്തിയതാണ്. പക്ഷെ ഫലം മറിച്ചായി. ഇതുപോലൊരു ചമ്മല് മനോരമ മാധ്യമങ്ങൾക്ക് വന്നത് വലിയ ചമ്മലോടെയാണ് അവർ കാണുന്നത്. പ്രക്ഷോഭണം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അവരതങ്ങ് ചെയ്തു. അപ്പം നിങ്ങൾ പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും താറടിക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഒന്നിച്ച് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അഴിമതിക്കാർ അദ്ദേഹത്തെ ഏത് രീതിയിലാണോ താറടിക്കാവുന്നത് ആ രീതിയിൽ ഇന്ന് ഇവർ താറടിച്ചുകൊണ്ടിരിക്കുക. കാര്യം അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ പോകാനൊക്കത്തില്ല, അവിടെ പത്രക്കാരിയില്ല. അത് വാർത്തയാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ നാണം കെട്ട മാധ്യമങ്ങൾ, വില കുറഞ്ഞ മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഇവർക്ക് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും അതൊന്നും അവർക്ക് വേണ്ട, അതൊന്നും ജനങ്ങൾ അറിയണ്ട. അവർക്ക് പിണറായിയുടെ പുറകിലെ നടന്ന് പിണറായിയുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുക, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുക, ഇടതുപക്ഷ സർക്കാരിനെ കരിതേച്ച് കാണിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അടുത്ത വർഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാർ വരരുത് എന്നുള്ള ചിന്താഗതിയാണ് ഈ തട്ടിക്കൂട്ട് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സർവേ അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. പിണറായി മികച്ച ഒരു ഭരണാധികാരി തന്നെയാണ്. കാരണം ഈ 7-8 വർഷം കൊണ്ട് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. വികസനം കൊണ്ട് ഇന്ന് കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വെളിയിലിറങ്ങി ഒന്ന് സഞ്ചരിക്കണം, തിരക്കാതിരിക്കരുത്. അപ്പോൾ നമുക്കറിയാം എന്താണ് മാറ്റം കേരളത്തിലുണ്ടായത്, പിണറായി കൊണ്ടുവന്നത് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പിണറായിയെ താറടിക്കാൻ വേണ്ടി ചില തട്ടുകൂട്ട് പരിപാടികൾ കൊണ്ടൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾ തന്നെ എളുപ്പരായി പോകത്തേ ഉള്ളൂ. ജനം അംഗീകരിക്കത്തില്ല. ജനം പിണറായി വിജയനെ അംഗീകരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സർവേ അതല്ലേ പറയുന്നത്? പിണറായി വിജയനെ ജനങ്ങൾ അംഗീകരിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പുറകെ നടക്കും, എന്തെങ്കിലും വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി. കഷ്ടമാണ്. 8 വർഷം കൊണ്ട് അയാളുടെ പുറകിൽ നടക്കുക. ഇന്ന് വരെയും ഒരു അഴിമതി ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കുകയും കോടതിയിൽ പോവും നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്താ കഴിയാത്തത്? ഇവിടെ അഴിമതിയില്ല. പിന്നെ നിങ്ങൾ ഈ പരിപാടി, ഈ താറടിക്കുക എന്നുള്ള പരിപാടിയാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ പട്ടിണിയാണ്, കൊടും പട്ടിണിയാണ്, ജനങ്ങൾ പട്ടിണിയാണ്, പൈസയില്ല, വരുമാനമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വടക്കേ ഇന്ത്യയിൽ നിന്നും ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ പട്ടിണി കിടക്കുന്നതുകൊണ്ടാണ്, പണമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്ത് പണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. എന്താ അവരിവിടെ വരുന്നത്? വടക്കേ ഇന്ത്യയിൽ ഇതുങ്ങൾക്കൊന്നും ഒരു ജോലിയില്ല. കാര്യം മോഡി സർക്കാർ സകലം വിറ്റ് വലച്ചുകൊണ്ടിരിക്കുക. തൊഴിൽ കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. എല്ലാം വിറ്റ് തുലയ്ക്കുകയാണ്. തൊഴിലെല്ലാം മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കേരളം ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നത്.
ആലോചിച്ച് നോക്കി. കേരളമാണോ മികച്ചത്? അത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണോ മികച്ചത്? അവിടുന്ന് കൂടോടായിക്കോട്ട് ഒഴുകുന്നത് ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി. പട്ടിണി കിടക്കാനല്ല അവർ വരുന്നത്, പണം ഉണ്ടാക്കാൻ. അപ്പോൾ പണം ഇല്ലയോ ഇവിടെ? പട്ടിണിയാണോ? അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്ന് പോയാൽ അയ്യോ ചേരികളിലാണ് കിടക്കുന്നത്. കിടന്നുറങ്ങാൻ കിടക്കാൻ അവർക്കില്ല, കക്കൂസില്ല, നല്ല ശുദ്ധ വെള്ളം കിട്ടുന്നില്ല, പാർപ്പിടമില്ല, ജോലിയില്ല, അവർക്ക് നല്ല വസ്ത്രമില്ല, ആഹാരമില്ല. അവർ അവിടെ കിടന്ന് നശിക്കുകയാണ്. യാതൊരു വികസന പ്രവർത്തനങ്ങളും ആ രാജ്യത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് വടക്കേന്ത്യൻ തൊഴിലാളികളെല്ലാം കേരളത്തിലേക്ക് വന്ന് പണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. നിങ്ങളീ പറയുന്ന പോലെ ഇടതുപക്ഷ സർക്കാർ പാപ്പരായി, പണമില്ല, തെണ്ടുകയാണ്, എല്ലാവരും പട്ടിണിയാണ്. ഇങ്ങനെയുള്ള വിടുവായികൾ വിളിച്ചു പറയാൻ കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരും കുറേ ചാനലുകാരും ഇറങ്ങിത്തിരിച്ചിരിക്കുക. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? നിങ്ങൾക്കൊക്കെ എന്ത് നേട്ടമാണ് നിങ്ങൾക്കുള്ളത്? ജനം അംഗീകരിച്ചു കഴിഞ്ഞു. ഈ ഗവൺമെന്റിനെ ജനം അംഗീകരിച്ചു. അതാണ് അതിൻ്റെ തെളിവ്. അല്ലാതെ നിങ്ങളുമായി ഇറങ്ങി പിണറായി മോശമാണ്, അഴിമതിക്കാരനാണ്, കോടികൾ ഉണ്ടാക്കുന്ന മനുഷ്യനാണ്, ഇങ്ങനെ പാഴ്വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ വെറുതെ സമയങ്ങൾ കളയുമല്ലാതെ ഒരു ഫലവുമില്ല. മനോരമക്കാർ മനസ്സിലാക്കിക്കും. ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി കൊണ്ടൊന്ന് നടന്ന് ഈ ഇടതുപക്ഷ ഭരണത്തെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കാനും പിണറായിയെ മോശമായി ചിത്രീകരിക്കാനും ഒന്ന് നോക്കിയാൽ ജനം അംഗീകരിക്കത്തില്ല. നിങ്ങൾ തന്നെ മണ്ടരായി പോകും. മനസ്സിലായില്ലേ? അതാണ് നിങ്ങളുടെ സർവേയുടെ ഫലം. മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിച്ചു ആര്? കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും, അത് യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കിക്കോ, വീണ്ടും പിണറായി മുഖ്യമന്ത്രിയായിട്ട് കേരളം ഭരിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങളിനി എന്ത് വിടുപടി ചെയ്താലും ഒരു പ്രയോജനമില്ല. നിങ്ങളിപ്പോൾ ശബരിമല പോയി ഓരോന്ന് കുത്തികളക്കുവാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ശബരിമല വരുന്നുണ്ട്. അവിടെ തിക്കും തിരക്കുമില്ലേ? ഉണ്ടാകത്തില്ലേ? പിന്നെ ശബരിമല വരുന്നവർക്കെല്ലാം ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. നടക്കുന്ന കാര്യമാണ്. ചാർജ് കുറച്ചു കൊടുക്കണം. നടക്കുന്ന കാര്യമാണ്. ഭീമമായ ചാർജാണ് അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് വാങ്ങുന്നത്. നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നും കൊടുക്കാനില്ല. നാണം കെട്ട് കുറേ പത്രമാധ്യമങ്ങൾ നടക്കുക ക്യാമറയും കൊണ്ട്. ആരുടെ വായിന്നാ മോശമായിട്ട് വരുന്നത് അത് എടുത്ത് കാണിക്കാനും വിളമ്പാനും വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കാനായിട്ട് ഇറങ്ങി കുറേ മാധ്യമങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മനോരമ, ഇങ്ങനെയുള്ള കുറേ അലവലാതി മാധ്യമങ്ങളാണ് ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ ഒന്നും ചിലവാകത്തില്ല. മനസ്സിലായില്ലേ? ജനങ്ങൾക്കറിയാം കേരളത്തിൽ എന്തു നടക്കുന്നു എന്നുള്ള. കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് നിങ്ങളത് മറച്ചു വെക്കാനൊന്നും ശ്രമിക്കേണ്ട. അത് നടക്കത്തില്ല. നിങ്ങൾ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. മനസ്സിലായില്ലേ? പിണറായിക്കെതിരെ നിങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഇവിടെ പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. വടക്കേന്ത്യയിലാണെങ്കിൽ കുഴപ്പമില്ല. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്കറിയാം കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്. അവർക്ക് നല്ലപോലെ അറിയാം. അവർ വിധി എഴുതും. അതാണ് ഈ സർവേ ഫലം ഇപ്പോൾ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? കുറേ പേര് നേരം വെളുക്കുമ്പോൾ തെരുവിലിറങ്ങിയപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ. കഷ്ടമാണ് നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ. ഈ സുന്ദരമായ കേരളം, സ്വതന്ത്രമായി ജീവിക്കുന്ന കേരളം, പട്ടിണിയില്ലാത്ത കേരളം, ഇവിടെ എന്തിനാ കുറവ്? ആർക്കാ കുറവുള്ളത്? ഇപ്പം ഏത് ഗവൺമെൻറ് ആയാലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് ഏത് ഭരണാധികാരി വന്നാലും അത് ഉണ്ടാകും. കേരളത്തിന് കിട്ടേണ്ട വായ്പകൾ, GST, ഇതെല്ലാം വാങ്ങിക്കൊണ്ട് പോയിട്ട് കേരളത്തിന് കൊടുക്കത്തില്ല. കേരളത്തെ എങ്ങനെങ്കിലും ഇല്ലായ്മ ചെയ്യണം, അവരുടെ ലക്ഷ്യം അതാണ്. പക്ഷേ
അവർ ചെയ്യട്ടെ. പക്ഷെ ജനങ്ങൾക്കറിയാം ഇതെന്താണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പം ഇങ്ങനെയുള്ള തട്ടുകൂട്ട് പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രക്ഷോഭണം ചെയ്യുക. അതാണ് ആവശ്യം. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ഇടത്തോട്ടോ വലത്തോട്ടോ വിടാതെ നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ പുറകെ നടന്ന് ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കി അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്കൊരു നേട്ടമില്ല. ജനങ്ങളുടെ മനസ്സൊന്നും മാറ്റുവാനൊന്നും നിങ്ങൾക്ക് കഴിയത്തില്ല. മനസ്സിലായില്ലേ? ജനങ്ങൾ വിധി എഴുതും. അതാ നമുക്ക് കാണാൻ തോന്നുന്നു. നാടിൻ്റെ വികസനം അതുമാത്രമാണ് പിണറായിയുടെ ലക്ഷ്യം. ഇവിടെ തൊഴിലുണ്ടാകണം, ജനങ്ങൾക്ക് തൊഴിലുണ്ടാകണം, ഒരു നല്ല മാർഗത്തിൽ ജീവിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. നിങ്ങൾ പറയുന്നത് ഇവിടെ പട്ടിണിയാണ്, തൊഴിലില്ല, കടക്കാലമില്ല. ഇത്രമാത്രം ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്തൊരു ഗവൺമെൻറ് ഇന്ന് ഈ കേരളം ഭരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പത്രമാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട നല്ല വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുക. ഭരിക്കുന്നവരെ വഴിതെറ്റിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യാതെ നല്ല കാര്യങ്ങൾ പ്രക്ഷോഭണം ചെയ്ത് നല്ല പേര് സമ്പാദിക്കുക. അതാണ് നിങ്ങളുടെ ധർമ്മം. ബൈ, വീണ്ടും കാണാം.